ഞാൻ കഴിഞ്ഞ ദിവസം വാഴയില ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ധാരാളം കോളുകൾ വന്നു. അപ്പോൾ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ കരുതിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ വീണ്ടും ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഒന്നാമത്തെ കാര്യം അതിൽ പറയുന്നത് കഠിനാധ്വാനം എന്നുള്ളത് തന്നെയാണ്. അതൊരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് കാണാൻ കഴിയുന്നവർക്കാണ് അത് വിജയിപ്പിക്കാൻ കഴിയുമെന്നാണ് എക്സ്പീരിയൻസ് ഉള്ള ആൾ നമ്മോട് ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം പ്രത്യേകം പറഞ്ഞത് പരമാവധി എക്സ്പെൻസ് കുറച്ചുകൊണ്ട് ഞാനതിൻ്റെ ഒരു ഫാമിലി ബിസിനസ്സായിട്ട് ചെയ്യുന്നത്. എൻ്റെ ഭാര്യയും മകളും മകനും അടക്കം ഞങ്ങൾ എന്ത് ചെയ്യും, പരമാവധി വർക്ക് ചെയ്യും. അത്രയും അത്യാവശ്യങ്ങളിൽ മാത്രമാണ് പുറത്തുനിന്നൊരു തൊഴിലാളിയെ എന്ത് ചെയ്യാറുള്ളൂ, ചിലവ് കൊടുത്ത് വെക്കാറുള്ളൂ എന്നുള്ളതാണ്. അതായത് ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഉണരുന്നതും ഉറക്കവും എന്നപോലെ തന്നെ അതിനെ കൊണ്ടു നടക്കുക എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ മൂന്നാമതൊരു കാര്യം പറഞ്ഞത് സീസണബിളാണ്. മഴ സീസണിൽ തീരെ ഓർഡർ ഉണ്ടാവില്ല. ആ ഒരു പറമ്പിൽ വന്ന് കള പറിക്കാൻ വരെ നമ്മൾ കയ്യിൽ നിന്ന് ചിലവ് അങ്ങോട്ട് എടുക്കേണ്ട അവസ്ഥയാണ് വരെ. എന്നാൽ മറ്റു സീസണിൽ നല്ല ഓർഡർ വരും. ആ സമയത്ത് ഒരു പക്ഷേ നമുക്ക് കൊടുക്കാൻ എത്താത്ത രീതിയിൽ സ്റ്റോക്ക് ഇല്ലാത്ത അവസ്ഥ വരാറുണ്ട്. അപ്പോൾ അതൊക്കെ മാനേജ് ചെയ്യാനുള്ളൊരു കഴിവ് നമുക്ക് വേണമെന്നുള്ളതാണ്. പിന്നെ പല ആളുകളും ചോദിച്ചത് ഞങ്ങളുടെ അടുത്തൊക്കെ വാഴയിലയുണ്ട്, നിങ്ങൾക്ക് അത് എടുക്കാൻ കഴിയുമോ, സെല് ചെയ്യാൻ പറ്റുന്നുള്ളത്. പക്ഷേ അദ്ദേഹം പറയുന്നത് ഈ മഴ സീസണിൽ എല്ലാവരുടെ ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ടാവും. അതേ സമയത്ത് അല്ലാത്ത സമയത്ത് ആരുടെ കയ്യിലും സ്റ്റോക്ക് കാണില്ല. മറ്റുള്ള ബിസിനസ് പോലെ തന്നെ ഡിമാൻഡ് ഹൈ ഉള്ള സമയത്ത് സ്റ്റോക്ക് വളരെ കുറവായിരിക്കും. എന്നാൽ ഡിമാൻഡ് ഇല്ലാത്ത സമയത്തോ എല്ലാവരും ഇഷ്ടംപോലെ സ്റ്റോക്കായിരിക്കും. അതൊക്കെ നമുക്ക് മാനേജ് ചെയ്ത് പോകാൻ കഴിയണമെന്നുള്ളതാണ് പ്രത്യേകം എടുത്ത് പറഞ്ഞത്. പിന്നെ മറ്റൊരു ഡൗട്ട് എക്സ്പോർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്. എക്സ്പോർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എക്സ്പോർട്ടിങ് ടീമുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് ആർക്കാണോ സാധനം വേണ്ടതെന്ന് എഴുതിയാൽ അവർ റിക്വസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഇവരുടെ അല്ലെങ്കിൽ നമ്മുടെ കൃഷിഭൂമിയിൽ വന്നിട്ട് ഈ വാഴയില കളക്ട് ചെയ്യും. ഏത് രീതിയിൽ, ഏത് സൈസിൽ, ഏത് ഡിസൈനിൽ വേണം എന്നുള്ളതൊക്കെ മുൻകൂട്ടി പറയാൻ അതിന് ബേസ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കറക്റ്റാക്കിയിട്ട് കൊടുക്കും. അത് എക്സ്പോർട്ട് ചെയ്യുന്ന തേർഡ് പാർട്ടി അതെടുത്ത് ആർക്കാണോ നമ്മൾ അഡ്രസ്സിലേക്ക് വേണ്ടത് വെച്ചാൽ അയച്ചു കൊടുക്കും. അതിനൊക്കെ തേർഡ് പാർട്ടി ഉണ്ട് എന്നുള്ളതാണ്. നമ്മളടുത്ത് സാധനം സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അവൈലബിൾ ആണെങ്കിൽ ഡിമാൻഡ് അനുസരിച്ച് സ്ഥിരമായിട്ടൊരു പാർട്ടിയെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഡിമാൻഡ് അനുസരിച്ച് നമുക്ക് കൊടുക്കാൻ കഴിയുക എന്നുള്ളതാണ് പ്രധാനം. മറ്റുള്ള ബിസിനസ്സൊക്കെ പോലെ തന്നെ അത് സ്റ്റേബിളായിട്ട് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് സ്ഥിരമായിട്ട് ഓർഡർ കിട്ടും. ഇത്രയും റിസ്ക്കുകളാണ് ഇതിനകത്ത്. പ്രത്യേകം പറയാൻ വേണ്ടി പറഞ്ഞ ഒരു കാര്യം ഇതാണ്. ഇത് ജീവിതത്തിൻ്റെ ഭാഗമായി കാണാൻ കഴിയുന്ന കഠിനാധ്വാനം ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നാൽ മതി എന്നുള്ളതാണ്. കൂടുതൽ അറിയാൻ ഞാൻ ഈ ബിസിനസ് ചെയ്ത് വിജയിച്ച അദ്ദേഹത്തിൻ്റെ നമ്പർ ഇതിൽ ചേർക്കുന്നുണ്ട്. കൂടുതൽ താല്പര്യമുണ്ടെങ്കിൽ അതിൽ